വേനലായതുകൊണ്ടാവാം ചെടിക്കെല്ലാം ഇപ്പൊ നല്ല വാട്ടം. എന്തായാലും അവർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണമെന്ന് കരുതി ആദ്യം ചെന്നത് വെട്ടുതുറയിലുള്ള ഗാർഡനിലോട്ടാണ്. ആദ്യം തന്നെ കണ്ടത് പീസ് ലില്ലി ആയിരുന്നു. അപ്പൊ തന്നെ ഞാനതങ്ങ് പൊക്കി. വീടിനടുത്തായതുകൊണ്ട് തന്നെ എന്റെ വീട്ടിൽ 90% ചെടിയും ഇവിടെ നിന്നാണ് ഞാൻ മേടിച്ചത്. നമുക്ക് ഇൻഡോറിലും ഔട്ട്ഡോറിലും ഒക്കെ വെക്കാൻ പറ്റിയ വെറൈറ്റി ഓഫ് കളക്ഷൻസ് ഇവിടെ തന്നെ ഉണ്ട്. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു റോസ് കാണുന്നത്, ബ്ലാക്കും റെഡും കൂടെ. ചെടിച്ചട്ടികളുടെ ഒരു ഹ്യൂജ് കളക്ഷൻ തന്നെ ഇവിടെ ഉണ്ട്. അത് ഇൻഡോറിനായിരുന്നാലും ഔട്ട്ഡോറിനായിരുന്നാലും ഹാങ്ങിങ് പോട്ട്സ് ആയിരുന്നാലും എല്ലാം തന്നെ ഇവിടെ ഉണ്ട്. എന്തെടുക്കണമെന്ന് കൺഫ്യൂഷൻ ആയിരുന്നു ഞങ്ങൾക്ക്. ചെടികളും ചെടിച്ചട്ടികളും മാത്രമല്ല, അത്യാവശ്യം ഗാർഡൻ സെറ്റ് ചെയ്യാനായിട്ട് നല്ല ശില്പങ്ങൾ ഇവിടെ നിന്ന് തന്നെ നമുക്ക് കിട്ടും. ഇവിടുത്തെ വേറൊരു പ്രത്യേകത ബോഗൻ വില്ലയുടെ നല്ല കളക്ഷനാണ്. അത് പല വെറൈറ്റിയിൽ, പല കളറിൽ, പല വലിപ്പത്തിൽ, പല നിറങ്ങളോടുകൂടെ ഇലകളുള്ളത്. ആമയ്ക്കിവിടെ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ ഒരു ചെടിയാണ്. നമ്മുടെയൊക്കെ അടുക്കളത്തോട്ടത്തിന് ആവശ്യമായ പച്ചക്കറി തൈകളും വിത്തുകളും ഒക്കെ ഇവിടെ നിന്ന് തന്നെ നമുക്ക് കിട്ടും. ഇത്തവണ വേനൽ കഴിയുമ്പോഴത്തേക്കും ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. എന്തായാലും നോക്കാം. മൂത്ത ആൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം ഇതുപോലുള്ള വെറൈറ്റികളോടാണ്. കാരണം സ്വന്തം റൂം ഡെക്കറേറ്റ് ചെയ്യണം എന്നൊരൊറ്റ ഉദ്ദേശം കൊണ്ട് മാത്രം. ഇതൊക്കെ ആകുമ്പോൾ ലോ മെയിൻ്റനൻസ് മതിയല്ലോ. അവിടുന്ന് ഞങ്ങൾ നേരെ ചെന്നത് മരിനാടുള്ള ഗ്രിൽ ആൻഡ് സ്ക്യൂസിലോട്ടാണ്. വെറുതെ പറയുന്നതല്ല, ഒരിക്കലെങ്കിലും പോയി എക്സ്പീരിയൻസ് ചെയ്യണം. ഇങ്ങനെ ഒരു ആംബിയൻസിലിരുന്ന് ഫുഡ് കഴിക്കാൻ ആരായിരുന്നാലും ഇഷ്ടപ്പെടും. ലേറ്റ് ആയതുകൊണ്ട് തന്നെ ഞങ്ങൾക്കുള്ള ഫുഡ് പാർസൽ മേടിച്ചിട്ടാണ് വീട്ടിലോട്ട് പോയത്. ലോഡഡ് ഫ്രൈസും മൊജിറ്റോയും സ്മൂത്തിയും പറഞ്ഞിരുന്നത്. അത്യാവശ്യം ക്വാണ്ടിറ്റി ഉള്ളതുകൊണ്ട് തന്നെ എല്ലാവർക്കും നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രയേ ഉള്ളൂ. ഇനി നാളെ കാണാം. ടാറ്റാ ബൈ.